കാത്തൂസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാബേജ് തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ. ഈ ഒരു സാധനം നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കുന്നുണ്ടാവും. എന്നാലും ഞാൻ ചേർക്കുന്ന ഒരൊറ്റ ചേരുവ കൊണ്ട് ഒരു അടിപൊളി ടേസ്റ്റ് ഉണ്ടാക്കാൻ കഴിയും. ആ ചേരുവ ഏതാണെന്ന് അറിയണമെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഞാൻ ഒരു കാബേജ് രണ്ടായി മുറിച്ചിരിക്കുന്നു. അതിൽ നിന്നും കുറച്ച് മതിയാവും എനിക്കുള്ള ആവശ്യത്തിന്. അപ്പോൾ നമുക്ക് അത് അരിഞ്ഞിടാൻ പോവുകയാണ്. അപ്പോൾ 2 പച്ചമുളകാണ് ഞാനിവിടെ കൂടെ ചേർത്ത് എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളത് വേറെ ചേരുവകളാണ്. ആ ചേരുവകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വീഡിയോ ഫുള്ളായും കാണുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും അത് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമൻറ്റും തന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കൂടെ ഹൈപ്പ് കൂടി ചെയ്യുക. പിന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ എല്ലാം മുറിച്ചിട്ട് തുടങ്ങിക്കഴിഞ്ഞു. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇനി പച്ചമുളക് മുറിച്ചിടണം. അതിന് വേണ്ട ചേരുവകളൊക്കെ ചേർക്കണം. അതായത് ഇഞ്ചി, പിന്നെ വറവിലാണ് വേറെ സാധനങ്ങളൊക്കെ ഇടുന്നത്. പച്ചമുളകും ഇഞ്ചിയും മാത്രമാണ് കാബേജിനോടൊപ്പം ചേർക്കുന്നത്. കുറച്ച് ക്യാരറ്റ്, പിന്നെ അല്പം തേങ്ങ, ഇതൊക്കെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അരിഞ്ഞിടുന്നത് എങ്ങനെയാണെന്നൊക്കെ കണ്ടു നോക്കൂ. ആദ്യം കുറച്ച് വലിയ പീസ് പോലെ വന്നു നീളം. അപ്പോൾ കട്ടി കുറച്ചാണ് മുറിച്ചിടുന്നത്. അതായത് കനം കുറച്ച് അരിഞ്ഞിടുക. പിന്നീട് നീളമുണ്ടെങ്കിൽ ഒന്നുകൂടി കട്ട് ചെയ്ത് നീളമൊക്കെ കുറിച്ചെടുക്കുക. പിന്നെ എനിക്കിഷ്ടം ഇങ്ങനെ കയ്യിൽ തന്നെ വെച്ച് മുറിച്ചിടുന്നതാണ്. ചോപ്പിംഗ് ബോർഡിൽ വെച്ച് മുറിച്ചിടുമ്പോൾ എനിക്ക് ഒരു വേല് കിട്ടുന്നില്ല. അതാണ് സ്പീഡ് കിട്ടൂല ബോർഡിൽ വെച്ച് മുറിക്കുമ്പോൾ. അപ്പോൾ ബോർഡിൽ വെക്കാതെ ഇങ്ങനെ മുറിക്കുമ്പോൾ സ്പീഡ് കിട്ടുന്നുണ്ട്. അത് ശീലമായി പോയി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കാബേജ് അരിഞ്ഞിട്ട് കഴിഞ്ഞു. ഇനി ക്യാരറ്റൊക്കെ അരിഞ്ഞിടാനുണ്ട്. അത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. പച്ചമുളക് ആദ്യം എടുത്ത് വെച്ചത് നല്ല എരിവുള്ള മുളകായിരുന്നു. അത് മാറ്റി വേറെ മുളക് എടുത്തു. അധികം മൂപ്പത്താത്ത 2 മുളക്, പിന്നെ ഒരു ചുവന്ന മുളക്. അതിന് മൂപ്പത്തിയതാണ്, പഴുത്ത് തുടങ്ങി. അത് ചുവപ്പ് എടുക്കാൻ കാരണം ആ വൈറ്റ് കാബേജിൽ ചുവപ്പും പച്ചയും എല്ലാം കലരുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ കളറായിട്ട് വരും. അത് കാണാനൊക്കെ ഒരു ഭംഗിയാണ് കേട്ടോ. അധികം എരിവൊന്നുമില്ല. അതുകൊണ്ട് കുറച്ച് മുളകായാലും കുഴപ്പമൊന്നുമില്ല. ആ ചുവന്നതിന് മാത്രമേ എരിവുള്ളൂ. കറിവേപ്പില ചേർത്തു. ഇതൊക്കെ ആദ്യമേ ചേർക്കുന്നതാണ് നല്ലത്. കാരണം കാബേജിന് അത്രയേ വേവുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഓരോന്ന് പിന്നെ ഗ്യാസ് മേൽ വെച്ച ശേഷം ഓരോന്ന് ഇടുമ്പോൾ അപ്പോൾ കാബേജിൻ്റെ വേവൊക്കെ വളരെ കൂടുതലായി പോകും. അതൊന്നും പാടില്ല. ഇതാ ഉഴുന്നാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഐറ്റം. ഇത് ആ വറവിനോടൊപ്പം ചേർക്കണം. അതായത് കടുക് താളിച്ച ശേഷം ഉഴുന്ന് ചേർക്കണം. പിന്നെ അല്പം തേങ്ങ കൂടി ചേർക്കുകയാണ് കേട്ടോ. ഉഴുന്ന് ഞാനിപ്പോൾ പ്ലേറ്റിൽ ഇട്ടിട്ടില്ല. ഉഴുന്ന് പിന്നീട് കടുകിനോടൊപ്പം ചേർക്കുകയാണ് ചെയ്യുന്നത്. ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. കൂടുതൽ ക്യാരറ്റ് ആവണ്ട. കാബേജിലെ ഒരു ചേരുവ മാത്രമാണ് ക്യാരറ്റ്. അതുകൊണ്ട് കുറച്ചെടുത്താൽ മതി.
ഇഞ്ചിയാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം അതും ചെറിയതായിട്ട് നുറുക്കിയെടുത്തു. അതും നല്ലൊരു രുചിയാണ്. അപ്പോൾ ഏറ്റവും പോയിൻ്റായിട്ട് നിൽക്കുന്നത് ഇഞ്ചിയുടെയും ഉഴുന്നിൻ്റെയും ഒരു ടേസ്റ്റ് തന്നെയാണ്. ക്യാരറ്റിന് അത്ര പ്രാധാന്യമൊന്നും ഇല്ലെങ്കിലും ഒരു ഭംഗിയാണ് കാണാൻ. പിന്നെ കഴിക്കുമ്പോൾ വലിയ രുചിയൊന്നും തോന്നുന്നില്ലെങ്കിലും കാണാനൊക്കെ ഒരു ഭംഗിയാണ് കാബേജിലിട്ടാൽ. തീയൊന്ന് അല്പം കുറച്ച് വെച്ചിട്ട് വേണം പാത്രം ചൂടാക്കിയെടുക്കാൻ. ഇല്ലെങ്കിൽ പാത്രം അധികം ചൂടായി പോവുകയും കടുക് കരിഞ്ഞു പോവുകയും ചെയ്യും. കടുക് പൊരിഞ്ഞു കഴിഞ്ഞു. ഇനി പിന്നെ നമ്മളെടുത്ത് വെച്ച ഉഴുന്നാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഉഴുന്ന് ഒന്ന് ചുവന്നതാ ഉഴുന്ന് ചേർത്തു. ഇതൊക്കെ ആദ്യമേ കഴുകി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് വെള്ളമില്ലാത്ത രീതിയിലേക്ക് മാറ്റിയ ശേഷമാണ് വെളിച്ചെണ്ണയിലിടാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ വെള്ളം പൊട്ടിത്തെറിക്കും, നമ്മുടെ കൈകളിലും മുഖത്തുമൊക്കെ തെറിക്കും. ഉഴുന്ന് ഒന്ന് ചുവന്നു വന്നു. അതാണ് അതിൻ്റെ മൂപ്പ് പാകം. അപ്പോൾ ഇനി കാബേജ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഉപ്പൊക്കെ ഇട്ടതാണ്, ഉപ്പ് മഞ്ഞൾ എല്ലാം ചേർത്തതാണ്. പച്ച, ഓറഞ്ച്, ചന്ദന കളർ ഒക്കെ ആയി വന്നു കാബേജിൽ. അപ്പം മഞ്ഞൾ ചേർത്തപ്പോൾ നല്ലൊരു നിറമായി വന്നു. എല്ലാം കൂടി നല്ലൊരു കളർ കോംബോ. 2 മിനിറ്റ് അവിടെ നിന്ന് വേവാനുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ കാബേജ് തോരൻ സെറ്റായി കഴിയും. അപ്പോൾ ഇപ്പം തന്നെ ഇതാ കണ്ടില്ലേ, മൂടി എടുക്കുമ്പോഴേക്കോ അത് വെന്ത് കഴിഞ്ഞു. 2 മിനിറ്റ് വേവിച്ചാൽ മതി. വെന്തു. അപ്പോൾ സിമ്പിൾ പാചകമാണ്, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് സപ്പോർട്ട് തരിക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഏതെങ്കിലും വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ അത് പറയുക. ഞാനത് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. അപ്പോൾ ഞാനത് കാണിച്ചെനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു കാണിച്ചു തരും. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുമ്പോഴേക്കും അടുത്ത വീഡിയോയുമായി ഞാൻ വരും. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനാബിൾ ചെയ്യുക. എങ്കിൽ നോട്ടിഫിക്കേഷൻ വരും. എങ്ങനെയുണ്ട് എൻ്റെ തോരൻ? സൂപ്പറല്ലേ? കപ്പിലേക്ക് മാറ്റിയിട്ടപ്പോൾ നല്ല സുഖമുണ്ട് കാണാൻ. കൊതിയാവുന്നുണ്ട് കഴിക്കാനല്ലേ? അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണേ. അപ്പോൾ ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് നന്ദി. താങ്ക് യു.